ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ വെളിയിൽ പോകാൻ വേണ്ടി റെഡി ആയതാട്ടോ. കാക അവിടെ എവിടെയോ ഇരുന്ന് ഷൂ ഇടുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു ബാങ്ക് കൊടുത്തു കൈ. പക്ഷെ നമുക്ക് ഈ സമയത്ത് ഇവിടെ ഇത്രയും വെളിച്ചു കണ്ടു കേട്ടോ. 8 മണിയായില്ല, 7:45 7:30 അതിനാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന ടൈമിൽ 8 മണിക്കായിരുന്നു മാരിപ്പ്. പിന്നെ ഇപ്പോൾ സമയം മാറി 7:30 7:35 ആ ടൈമൊക്കെ ആയി. ഇപ്പോൾ സമയം 7:45 അത്രയൊക്കെ ആയിട്ടുണ്ട്. പിന്നെന്താണ്, പിന്നെ ഇക്കാക്ക് കൂടെ എവിടെയോ ഇരുന്ന് ഷൂ ഇടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊരു ചിക്കൻ ബോക്സ് ഒക്കെ വന്നു പോയിട്ടോ. അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയി. അത് ചെറിയ രീതിയിൽ വന്നോളൂ എന്ന് പറയാം. കാരണം പിന്നെ എനിക്കറിയില്ല, നമ്മൾ നാട്ടിലെ ഒരു ചിക്കൻ ബോക്സില്ലേ ആ ഒരു സെറ്റപ്പൊന്നും അല്ലായിരുന്നു കേട്ടോ ഇവിടെ എനിക്ക് വന്നപ്പോൾ. എനിക്ക് ഫസ്റ്റ് ടൈം വന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ പൊലിക്കാക്ക് വന്നിട്ടുണ്ട്, പിന്നെ റൂമിലുള്ള എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കൊന്നും ഒരു പേടില്ല. എനിക്ക് വന്നത് താഴത്തെ വീട്ടിലെ പിള്ളേർ ക്ലീനിങ്ങിന് നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ ആ പിള്ളേരുടെ അടുത്തുനിന്ന് വന്നതാട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന ടൈമിൽ ഈ പിള്ളേർ എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. പക്ഷെ അതിൽ ചിക്കൻ ബോക്സ് ഉള്ള കൊച്ചെന്നെ കെട്ടിപ്പിടിച്ചിട്ടില്ല. ആ വീട്ടിലെ മൂത്ത പെങ്കൊച്ചാണ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചത്. പക്ഷേ ആ കൊച്ചിന് നേരത്തെ കണ്ട് വന്ന് പോയേക്കണതാ. പക്ഷേ ഇതുണ്ടായിരുന്നത് ആ വീട്ടിലെ ഇളയ കൊച്ചിനായിരുന്നു. ആ കൊച്ച് ക്ലീനിങ്ങിന് വരാറുണ്ടായിരുന്നു. ആ കൊച്ചിന് മാറി, അതിന് വീട്ടിൽ രണ്ടാമത്തെ കൊച്ചിന് വന്നു. ആ കൊച്ചിന് വന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്കും വന്നത്. ഇതെവിടെ നിന്നൊന്നുമില്ല, രണ്ടാമത്തെ കൊച്ചും ക്ലീനിങ്ങിന് വീട്ടിൽ വരികയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് വന്നപ്പോൾ വിറ്റതല്ല, ഇക്കാക്കായി ഞാനൊരു റൂമിലല്ലോ എടുക്കണം, ബാക്കിയുള്ളവർ അപ്പുറത്തെ റൂമിൽ. പക്ഷെ നമ്മളെല്ലാവരും വീട്ടിലൊന്നിച്ചാലോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വന്നിട്ടുണ്ട്, നമുക്കറിയില്ലല്ലോ ആർക്കൊക്കെയാണ് വന്നേക്കണമെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എടാ ആശിതാക്ക ചിക്കൻ ബോക്സാ, നിങ്ങൾ ഇത് വേറെ സ്ഥലമായിട്ട് ഇവിടെ അടുത്തുള്ള നമ്മുടെ കടേൻ്റെയൊക്കെ അവിടെയുള്ള. അപ്പോൾ ഇവർക്ക് അവിടെ റൂമുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോവുകയാണോയെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവന്മാർ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് നേരത്തെ വന്നേക്കണത്, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന്. സത്യം പറയുകയാണെങ്കിൽ ഒരു പേടിയില്ല. ശരിക്കും ഞാനൊക്കെ കേട്ടേക്കണത് ഇതിന് മുമ്പ് വന്നവർക്കും വരുന്നാണ് ഞാൻ കേട്ടേക്കണത്. ഇവർക്കൊന്നും ഒരു പേടിയില്ല. ഇവിടെ തന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ റൂമിലിരുന്നു, മൊത്തമൊന്നും ഇരുന്നില്ല. എൻ്റെ അടുത്ത് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പക്ഷേ ഇറങ്ങി നടന്നു. കാരണം എന്തോരം നേരമെന്ന് വെച്ചാൽ റൂമിലിരിക്കണം. പിന്നെ എന്നെ ചീത്ത ഒന്നും ഒരു പറഞ്ഞിട്ടില്ല, ഞാൻ ഇറങ്ങി നടന്നിട്ടും. അങ്ങനെയൊക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം മാറി. പിന്നെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ കൊമള വന്ന് അങ്ങനെ ഒരു സെറ്റപ്പിലൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ ചിക്കൻ ബോക്സ് ഇപ്പോൾ വന്നതാണെങ്കിൽ പോലും. ഒരു പാടുകളുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ പൊട്ടലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു. പക്ഷേ ചൊറിച്ചിൽ വന്നത് തന്നെ ഞാൻ ചിക്കൻ കഴിക്കുമ്പോഴായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ ചിക്കൻ ബോക്സ് വന്നു എന്ന് പറഞ്ഞെങ്കിലും ഞാനിതൊന്നും നിയന്ത്രിച്ചിട്ടൊന്നുമില്ല ഈ ഫുഡിൻ്റെ കേസിൽ. കാരണം ഇങ്ങനെ ചിക്കൻ ബോക്സ് ആയ ആൾക്കാർക്ക് ചിക്കൻ കഴിക്കാൻ പാടില്ല. എന്താ കന്നിയും പപ്പടം അങ്ങനെ എന്തൊക്കെയൊക്കെയില്ലേ. ഞാൻ ഇതൊന്നും ചെയ്തില്ല. ഞാൻ എന്നും ഇവിടെ ഞങ്ങൾ വീട്ടിൽ എല്ലാ ദിവസവും ചിക്കൻ ഉണ്ടാവും. ഫ്രിഡ്ജ് തുറന്ന ചിക്കൻ മീൻസ് ഇങ്ങനെ പാക്കറ്റായിട്ട് മേടിച്ച് വെച്ചേക്കുക, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉണ്ടാക്കുകയോ ചെയ്യണം. അപ്പം അങ്ങനെയായിരുന്നു. അപ്പോൾ ചിക്കൻ ഇല്ലാത്ത ദിവസമില്ല. പിന്നെ എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി, ഇത് രണ്ടും. അല്ലെങ്കിൽ സാധാ ചോറാണെങ്കിലും ചിക്കനായിരിക്കും കറി, അല്ലാണ്ട് വേറെ കറിയില്ല. അങ്ങനെ പിന്നെ പുളിയുള്ളതൊന്നും കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മോരറി ഉണ്ടാക്കി, അതും ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് ചിക്കൻ ഒരു അടുപ്പിച്ചായപ്പോൾ എനിക്ക് ചെറിയതായിട്ട് ചൊറിച്ചിൽ വന്നതിനപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ചിക്കൻ കഴിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, കുഴപ്പമില്ല നീ കഴിച്ചോ, ബാക്കി വന്നോടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 3 ദിവസം ഗ്രേവി മാത്രം കൂട്ടി ചോറ് തിന്നു, സലാഡും കൂട്ടിയിട്ടോ. പക്ഷേ 4ാമത്തെ ദിവസമായിപ്പോൾ ഇവിടെ ബ്രോസ്റ്റഡ് മേടിക്കണം, ഇവർ അൽഫാം മേടിക്കണം, മന്തി ഇതെല്ലാം കൊണ്ടുവരുന്നു, ചിക്കന്. ഞാൻ എന്താണെങ്കിലും എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ ഞാനും കഴിച്ചു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും നിയന്ത്രിച്ചിട്ടില്ല ഇവിടുത്തെ ചിക്കൻ ബോക്സ് വന്നേ പിന്നെ. പക്ഷെ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഇവരൊരു ഇങ്ങനെയൊന്നും അല്ല ശരിക്കുള്ള ചിക്കൻ ബോക്സ് എന്ന് പറയുമായിരുന്നു. ശരിക്കും ഞാൻ വന്ന് പോയത് എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് ഡോക്ടറിനെ അയച്ചു കൊടുത്തുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു ചിക്കൻ ബോക്സ് ആണ്. പിന്നെ താഴത്തെ വീട്ടിലെ പിള്ളേർക്കും ചിക്കൻ ബോക്സ് ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. ഇപ്പം എല്ലാം ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അതൊക്കെയായിരുന്നു വീഡിയോ ഇടാത്തത് കേട്ടോ. പക്ഷെ എനിക്ക് അന്നേരം വീഡിയോ ഇടുന്നതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഇതിൽ അത്രയും ദിവസം ഒരു ഗ്യാപ്പ് ഇട്ടു. അങ്ങനെ പിന്നെ എന്താണ്,
അപ്പം ഇതാണ് ഇപ്പം ഞാൻ നിൽക്കണത് നമ്മുടെ ഏറ്റവും ഫ്ലാറ്റിൻ്റെ താഴത്തെ ഫ്ലോറിലാട്ടോ. നല്ല തണലുണ്ട്. ഇത് അപ്പുറത്തെ ഫ്ലാറ്റ് കയറില്ല. ഇവിടെ ഒരു മരം, മറ്റേ നമ്മുടെ കടലാസ് റോസ. ഇക്കാക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം വണ്ടിക്ക് 2 വണ്ടിയുണ്ട്, പക്ഷേ വണ്ടിക്ക് എന്താ പഞ്ചറാണ് എന്താണെന്നല്ല അറിയില്ല. അപ്പം ഇപ്പം നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ എവിടെയാണെങ്കിലും. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കണേ. പിന്നെന്താ, ഇപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ നടന്ന് വന്ന് ഒരു പാർക്കിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടോ. ചെറിയൊരു ഡോറുണ്ട്, അതിൽ കൂടെയാണ് കയറി പോണത്. അല്ല ഗേറ്റ് പട്ടിയൊക്കെ നടക്കണം. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങണേക്കും മുമ്പല്ല കയറി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാനായിട്ട് മേടിക്കേണ്ട അകത്തൊരു സംഭവമൊന്നുമില്ല. നമ്മൾ ആദ്യം ഇവിടുത്തെ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും തിന്നാൻ മേടിച്ചുകൊണ്ട് വരാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. കാരണം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോൾ എന്തായാലും താമസിക്കും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് കയറാം. ഇന്നലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു പട്ടികളുണ്ട് കേട്ടോ. അവിടേക്കൊക്കെ ആൾക്കാരുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് തിരിച്ച് വരുമ്പോൾ കയറാം. അപ്പോൾ ആദ്യം നമുക്ക് മാർക്കറ്റിൽ പോകാം. നമ്മളിവിടെ ഫുട്ബോളുകൾ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം 3 മണിക്ക് അല്ലേ 2:30 വെളുപ്പിന്. അപ്പോൾ അതിൻ്റെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ മാർക്കറ്റ്. ഇവിടെ മറ്റേ ഫ്രൂട്ട്സും ഉണ്ട്, വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ. നമ്മൾ തന്നെ ഓരോന്ന് കവറിലെടുത്ത് പറക്കിയിടുക, ബില്ലടിക്കാൻ കൊണ്ടേ കൊടുക്കുക. പക്ഷെ നല്ല ഫ്രഷ് സാധനങ്ങളായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം എനിക്ക് ഇക്കാകാൻ്റെ ഈ ഫോൺ കൊടുക്കാൻ പാടില്ല. ഇക്കാക്ക് ഫോണിൽ വീഡിയോ എടുത്തതിന് അവർക്ക് പ്രശ്നം. കാരണം പെണ്ണുങ്ങൾ ഇതിൽ കൂടെ നടക്കണ്ടല്ലോ. ഈ സൈഡിൽ ഫ്രൂട്ട്സും അപ്പുറത്തെ സൈഡിൽ വെജിറ്റബിൾസും ഒക്കെ. ഇത് കാരക്കാണോ നെല്ലിക്കാണോ? കാരക്ക ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന് മേടിച്ചുകൊണ്ട് പോയതാ. ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു കേട്ടോ. ഇത് മഞ്ഞ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ്, സംഭവം എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. മുന്തിരി ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എത്രയാ 47 എങ്ങാണ്ടാന്ന് തോന്നുന്നു. എത്ര 47 അല്ലേ? 46 7 അങ്ങനെയല്ലല്ലോ ഇരിക്കണേ. 7 താഴ്ത്തിയിട്ടല്ലേ? 46 47 വെജിറ്റബിൾസ് ഇതിൻ്റെ റേറ്റ് വെള്ളം ചെയ്തേക്കുന്ന കേട്ടോ. 13, അപ്പുറത്തേന് 10. സംഭവം വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനൊക്കെ റേറ്റ് കുറവാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് മേടിക്കാനായിട്ട് ഞാൻ കൂടാൻ പറ്റില്ല. ബാക്കി ഇവന്മാരുടെ വരിക, ഇവർ പോയി മേടിച്ചുകൊണ്ട്. ഇതൊരു പ്രാവശ്യം ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക് ഇവിടെ ചെറുതാട്ടോ. ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മേടിക്കാൻ വന്ന സാധനം മേടിച്ചിട്ട് നമുക്ക് പോകാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തന്നുള്ളത്. ഇതൊരു പ്രശ്നമുണ്ട്. ഇതിൽ നല്ലത് നോക്കി നമ്മൾ നെക്കി നോക്കി എടുക്കണം. കാരണം ചിലത് പച്ച ഉണ്ടാവും, ചിലത് നല്ല പഴുത്തത്. നമ്മൾ കാരക്കയും കഴുകി ഇനി പാർക്കിലായിട്ട് പോവാം. ഇപ്പം തൊട്ട് കാരക്ക തീറ്റ തുടങ്ങിയിട്ട് ഗൈസ്. ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ റോട്ടിൽ കൂടെ വെക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിതിൽ വന്നേക്കണം. അവർ വല്ല കാണുമോ? ഇപ്പോൾ അവർ കാണുന്ന പോലും ഉണ്ടാവില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവരുടെ വിചാരം അവരെ എടുക്കണേന്നോർത്ത് വന്ന് ഡിലീറ്റ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് റോട്ടിൽ കൂടെ വെക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ശരിക്കും പേടി ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ ഇതേപോലെ റീൽസിന് വേണ്ടി വീഡിയോ എടുത്തതാണെന്നുണ്ട്, ഷോർട്സിൽ ഇടാൻ വേണ്ടി. അന്നേരം ഇതേപോലെ അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ട് പോലുമില്ല. അവർ അങ്ങോട്ട് നടന്നു പോവാ. അവർ ബാക്കിൽ നിന്ന് എന്നെ വീഡിയോയിൽ കാണുന്നുള്ളൂ ശരിക്കും. എന്നിട്ട് വന്ന് കാണിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു.
അത് പിന്നെ ഇക്കാക്ക് ഇവിടെ വന്നാൽ വീഡിയോ എടുക്കില്ല, എല്ലാം ഞാൻ തന്നെ എടുക്കണം. അന്ന് ഇക്കാക്ക എടുത്തത്. പിന്നെ പെണ്ണുങ്ങളെടുത്ത വലിയ സീനില്ലാന്ന് എനിക്ക് തോന്നുന്നു, ആണുങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് കുഴപ്പം. നമുക്ക് പാർക്കിൻ്റെ ഉള്ളിൽ കയറാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പാർക്കല്ലാണ് ഉദ്ദേശിച്ചത്. ഊഴാൾ അങ്ങനെ സെറ്റപ്പൊന്നുമില്ല. ചുമ്മാ എല്ലാവരും ഫാമിലിയായിട്ട്, ഫ്രണ്ട്സായിട്ട്, കസിൻസായിട്ട് വന്നിരുന്ന് ഫുഡ് കഴിച്ച് വർത്താനം പറഞ്ഞു. പിന്നെ പ്രായമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കയറാൻ 5 രൂപയുടെ ടിക്കറ്റോ അത്രയൊക്കെ ഉള്ളൂ. പിള്ളേർ വീട്ടിൽ നിന്ന് തന്നെ ബോൾ കൊണ്ടുവന്നു കളിക്കണു. സൈക്കിളിൻ്റെ അകത്ത് കയറ്റാൻ കുഴപ്പമില്ല, ആ ഒരു സെറ്റപ്പ്. പിന്നെ മരങ്ങളൊക്കെ മൊത്തം ഉണ്ട്, നല്ല തണല. ഇവിടെ എന്താ പറയണേ, പഠിക്കാൻ വേണ്ടി വന്ന പിള്ളേരുണ്ട് കേട്ടോ. അവിടെ ഒരു ഇവിടെ പഠിക്കണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ പഠിക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കൊച്ചു എഴുതുണ്ട്. അവൻ്റെ തല ഞാൻ കാണല, നേരെ ഇരിക്കണു നേരെ. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ പാർക്കിൻ്റെ അവസ്ഥ. നല്ല സുഖം കൂടെ വന്നിരിക്കാൻ. നല്ല ഏരിയ ഉണ്ട് കേട്ടോ, നല്ല കാറ്റേഴ്സുണ്ട്. കണ്ട് ഞാൻ പറഞ്ഞില്ല, വൈകുന്നേരം വരും രസം. എന്നാലും ഈ പൂക്കളൊക്കെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. നല്ല കാറ്റ്. 5 രൂപ കൊടുത്താൽ എന്താ, എന്തോരം നേരം മുന്നിൽ ഇരിക്കാം. ഇത് രാവിലെ തൊട്ട് ഓപ്പൺ ആട്ടോ. പിന്നെ രാത്രി 12 മണിയാകുമ്പോൾ അടയ്ക്കുന്നുള്ളൂ. ഇല്ല, 12 ഉള്ളൂ. ഇന്നാൾ 12 മണിക്ക് നമ്മൾ ഇതുവഴി പോയപ്പോൾ അടയ്ക്കുന്നുള്ളൂ. ഇതൊരു കൊച്ചു സൈക്കിളൊക്കെ ഇടുന്നുണ്ട്. സൈക്കിളൊക്കെ പാർക്കിൻ്റെ അകത്തേക്കാ. വേണ്ട ഈ ഏരിയ കേട്ടോ ഫുൾ പിള്ളേർ സെറ്റും. ഇതൊക്കെ വെള്ളത്തിൽ കൂടെ ഓടി ചാടി. ഈ ഏരിയ മൊത്തല്ലേ പിള്ളേർ. അങ്ങോട്ടൊക്കെ പിന്നെ പഠിക്കാൻ പിള്ളേർ അത് കൊടുക്കും. സൗണ്ട് അല്ല ഇവിടെ എടുത്തുകയാണെങ്കിൽ നേരെ പോയി ഗെയിം ഇതും കാണാം. ഫുട്ബോൾ ആൾക്കാർ കൊടുക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പിള്ളേർ ചുമ്മാ വിടുമോ? ഒരു പേടിയില്ല അവർക്ക്, ചുമ്മാ വിട്ടേക്കുക. കൊച്ചിനൊക്കെ ഒറ്റ പ്രായം പോലും ഇല്ല. അയാൾക്കടുത്ത് ഞങ്ങളൊരു മദാമക്കൂടെ മേടിച്ചു. പിന്നെ അത് പൊട്ടിക്ക്. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്നിരുന്നു കേട്ടോ. ഇക്കാക്ക് നിലത്തിരിക്കാൻ മടിയാന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട്. ഇവിടെ ഇങ്ങനെ പുല്ല ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും വിരിച്ചിട്ടിരിക്കും. വിരിച്ചിട്ടിരിക്കലില്ല, ഫുഡ് കഴിക്കാൻ നേരത്തെ തന്നെ ഇവരെന്തെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിരുന്ന് കഴിക്കണം. അവിടെ കുന്തം പോലെ നിൽക്കണ്ട്. അങ്ങനെയുണ്ട്. പെപ്സി അല്ല അത്, പെപ്സി അല്ല. തീറ്റെല്ലാം കഴിഞ്ഞപ്പോൾ ദാഹിക്കുക. ഞങ്ങളോട് തുറന്ന് വെളിയിൽ കിടക്കേണ്ടി വരുന്നു. അത് കാരണം ഈ വെള്ളം മേടിക്കാൻ സ്ഥലമുണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഈ ഷോപ്പ് എന്നാൽ ഞങ്ങൾ മേടിക്കാറുണ്ട്, പക്ഷെ പുറത്തുനിന്ന് വരുമ്പോഴും മേടിക്കാറ്. ഇതിൻ്റെ അകത്തോടൊരു അതുവഴി എന്നിട്ട് മേടിച്ചു. അതുവഴി ഞാൻ മേടിക്കണ കണ്ടു ഇവിടെ നിന്ന് ആരൊക്കെയൊക്കെയോ. അപ്പം ഞാൻ ഇക്കാട് തുറന്നു നമുക്ക് അങ്ങനെ മേടിച്ചു നോക്കാൻ തോന്നുന്നു. എന്നിട്ട് പിന്നെ അതുവഴി മേടിച്ചു. പോവാം വീട്ടിൽ. പിന്നെ പാർക്കിൽ വീഡിയോ ഞാൻ എടുക്കണം എന്നൊക്കെ ഓർത്തു, പക്ഷേ വീഡിയോക്കുള്ള സെറ്റപ്പ് നൈറ്റ് ഇല്ല. ഒന്നാമത് മൊത്തം ആൾക്കാരിയ്ക്കണു. എവിടെ എടുത്താലും ആൾക്കാരെ കിട്ടും, വേറെ ഒന്നും ഇപ്പോൾ കിട്ടില്ല. പകലാണെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ നിറയെ വെട്ടം തോന്നും, പക്ഷെ ഉള്ളിൽ
അത്ര വെട്ടമില്ല. ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയ ടൈം എന്നൊക്കെ പറഞ്ഞൊരു വൈകിട്ട് 5 മണി കഴിഞ്ഞ് വന്നാലും വെയിലുണ്ടെങ്കിലും മരം ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം 5 to 8 വരെ അല്ലേ, 8 അല്ല 7:45 വരെ കൂട്ടിയത്. 7:45 വരെ സൂപ്പറായി വീഡിയോ എടുക്കാൻ പറ്റിയ സമയമാണ്. പക്ഷേ നമ്മൾ ആ സമയത്ത് ഇറങ്ങിയില്ലല്ലോ വീട്ടിൽ നിന്ന്, അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ കിട്ടിയിട്ടുമില്ല. അപ്പം എന്താ അപ്പം ഇങ്ങനെയൊക്കെ ആയിപ്പോയി പാർക്കിൽ വന്നിട്ട്. ഒരു ദിവസം ഇനി വൈകിട്ട് വരണം അല്ലേ. അപ്പം എന്താ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.